മൈത്രേയൻ മയക്കുമരുന്ന് അടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കും. ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് അടിച്ചാൽ മൈത്രേയന് മര്യാദയ്ക്ക് നടക്കാൻ അറിയാം. അവിടെ മൈത്രേയൻ മൈരനായി മാറുന്നില്ല. ഇവനത് അടിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ആയിരിക്കും അത് നമുക്ക് എന്താ വേണം ഇല്ലേ, അവ അടിച്ചോട്ടെ, നമുക്ക് ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. മൈത്രേയൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് സുലഭമാക്കിയാൽ ഇത് കുറയുമെന്നൊക്കെയുള്ള അർത്ഥത്തിലാണെങ്കിലോ പറഞ്ഞു. വാർത്തകൾ കാണുന്നുണ്ടോ? അല്ല, അതിനോട് എന്താ പറയാനുള്ളത്? മൊത്തത്തിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യണ സിനിമയിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ലഹരി വന്നാലും സിനിമയ്ക്കാണ് ഫോക്കസ് ചെയ്യണത്. ഞാനല്ല, ഞാൻ ലഹരി വിമുക്തമാണ്. ബോഡിയെ അങ്ങനെ നിനക്കറിയാവുന്നവരത്തൊക്കെ പുറമെ അടിക്കരുതെന്ന് ഞാനും അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് ഈ നാടിനെ ലഹരി വിമുക്തമാക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ലഹരി എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും സിനിമ എന്നുള്ള ഒരു സോഫ്റ്റ് ടാർഗറ്റായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇവരെ എന്തുകൊണ്ടാ ക്യാമറ പിടിച്ച് ഇവനെ പിടിക്കാത്ത അവനോട് ചോദിക്കും. അതെന്താ റീച്ചായിരിക്കും, വിറ്റ് കാശാക്കണം. അതാണോ സാറ്റലൈറ്റും ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ഒരു വാർത്ത വരണമെങ്കിൽ ഇപ്പം കേരളത്തിൽ എത്രയോ അപകടങ്ങൾ നടക്കുന്നുണ്ട്. സിനിമ നടന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പുറകെ ക്യാമറ തൂക്കി എല്ലാവരും ഓടത്തില്ലേ? എന്താ എല്ലാം അങ്ങനെ ആണെങ്കിൽ ഈ ക്യാമറ തൂക്കി ഓടുന്ന ഓട്ടം എത്രയോ അപകടങ്ങളുടെ പിന്നാലെ ഉടനെ എന്താ ഓടാത്തത്? അപ്പോൾ അവൻ്റെ ജീവിതത്തെ വിറ്റ് കാശാക്കണം. കേരളത്തിൽ എത്രയോ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങൾ വലിയ വാർത്തയാവുന്നത്? അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അവിടെയാണ് തന്നെ വാർത്ത എന്ന് പറഞ്ഞാൽ സത്യമല്ലല്ലോ. വാർത്ത സത്യമല്ലല്ലോ. ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ വളരെ വേണം. അല്ല, എല്ലാ മേഖലയിലും ഉണ്ടെന്നേ, എല്ലാ മേഖലയിലും ഉണ്ട്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പം പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് 4 പേർ അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുള്ളതും ഉണ്ടാകും. പക്ഷേ ഈ ലഹരി എന്ന് പറയുമ്പോൾ വെറും 2 പേരിലേക്കാണ് ചുരുങ്ങി പോകുന്നത്. ഒന്ന് എല്ലാവരും മലയാള സിനിമ മൊത്തം അടിക്കുന്നത്. അതാണ് പറയുന്നത്. എല്ലാവരും പറയുന്നത് ട്രോളായാലും എന്താണ് ന്യൂസ് ആയാലും ഈ 2 പേര്, അതായത് ഷെയ്ൻ ടോം ചാക്കോ മറ്റൊന്ന് ശ്രീനാഥ് ബാസി എന്ന പേരാണ് എപ്പോഴും ന്യൂസ് ചാനലിൽ ചർച്ച ആയിട്ട് വരുന്നതും ആളുകൾ ചർച്ചയാവുന്നതും. അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന എന്താണ് പല ആളുകളും ഇവരുടെ പേരാണ് റിപ്പീറ്റ് ആയിട്ട് ലഹരി എന്ന് പറയുമ്പോൾ അവരുടെ പേരാണ് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള പലരും ഉപയോഗിക്കുന്നത് ഉണ്ടെന്ന് ഇന്നലെ വാർത്തയിൽ. എനിക്കറിയില്ല, പേര് എനിക്ക് ഇതിനുമായി ബന്ധമില്ലല്ലോ. പുറത്തു വിടുന്ന വാർത്തകൾ അനുസരിച്ചാണ് നമ്മൾ അറിയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലഹരി നിയമവിധേയമായൊരു സ്ഥലമാണെന്ന് ആംസ്റ്റർഡാം. ഞാൻ അവിടെയും പോയിട്ടുള്ളതാണ്. കാരണം എനിക്കത് ആവശ്യമില്ലാത്തൊരു സ്പേസിലേക്ക് എനിക്ക് ആവശ്യമില്ലാത്ത ഒരിടത്തോട്ട് നമ്മൾ പോകാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ നമ്മൾ മേടിക്കാറുള്ളത്. അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അതിന് സപ്ലൈസ് വരുന്നത് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സ്വഭാവം എന്താ? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് കച്ചവടക്കാർ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. മലയാള സിനിമയിൽ ഈ ലഹരി ആർക്കാണോ ആവശ്യം അവരുടെ അടുത്തേക്ക് കച്ചവടക്കാർ. ഈ കച്ചവടക്കാരെയാണ് പിടിക്കേണ്ടത്. നമ്മളെപ്പോഴേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് തടയണമെങ്കിൽ ഇപ്പം ഷൈൻ സമ്മതിച്ചു എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ എവിടെ നിന്ന് കിട്ടി? ആര് സപ്ലൈ ചെയ്തു? അവൻ എവിടെ നിന്ന് കിട്ടി? സോഴ്സിലേക്കല്ലേ പോകേണ്ടത്. നമ്മൾ ഇപ്പം ഒരു മരം വളർന്നു വരുന്നൊരു മരത്തിനെ നടുവെച്ച് മുറിച്ചാൽ അത് വീണ്ടും പൊട്ടിക്കിളിച്ച് വീണ്ടും വളർന്നു വരും. അത് വേരോടെ പിഴുത് കളഞ്ഞെങ്കിൽ മാത്രമേ അത് ഇല്ലാതാവത്തുള്ളൂ. ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവിടേക്ക് പോകണം. അതല്ല ഇപ്പോൾ ഈ കണ്ടന്റ് കിട്ടി റീച്ചാക്കി ഷൈൻ ടോമിനെ 4 ദിവസം ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം അയാളുടെ പുറകെ തന്നെ ഓടാനാണ് ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് ഒരു നാട് നന്നാവാൻ പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി ഒരു നാട് നന്നാവാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പോൾ എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്. വളരെ കുറച്ച് പേർ മാത്രമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം വെച്ച് നോക്കുമ്പം അതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നാട് നന്നാവാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പാരലൽ നിയമ സംവിധാനമുണ്ട്. ഏതാ പാരലൽ നിയമ സംവിധാനം എന്നറിയാമോ? രക്ഷകർത്താക്കളാൽ അടങ്ങുന്ന ഒരു പാരലൽ നിയമ സംവിധാനമുണ്ട്. മക്കളെ നിയന്ത്രിക്കുന്ന രക്ഷകർത്താക്കളല്ലേ? അധ്യാപകരാൽ അടങ്ങുന്ന ഒരു പാരലൽ നിയമ സംവിധാനമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന തെറ്റ്, ഒരു നാട്ടിൽ നടക്കുന്ന തെറ്റ്, ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ നാടിൻ്റെ ഒരു നിയമ സംവിധാനമുണ്ട്. ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ, അതായത് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാരലൽ നിയമ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ളത്. ഇതെങ്ങനെയാണ് ഇല്ലാതായത്? ഇപ്പം ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് 2 പേർ വന്നിരുന്ന്, 2 കമിതാക്കളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അവർ വന്നിരുന്ന് കഞ്ചാവടിക്കുകയോ മയക്കുമരുന്നടിക്കുകയോ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആ നാട്ടിൽ ഒരുത്തൻ പോകുന്ന സമയത്ത് അവനെ സദാചാര പോലീസ് എന്നും പറഞ്ഞും അല്ലാതെയും പറഞ്ഞു അവനെ ആക്ഷേപിച്ച് അവനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 2 സ്വാതന്ത്ര്യം. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ സ്വാതന്ത്ര്യം എവിടെ എങ്ങനെയെന്ന് ദൂരം തിരിച്ചറിയത്തില്ല. അതാണ് കുഴപ്പം.
അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ പോയിട്ട് ഇവരെ ഭയപ്പെടുത്തും. അപ്പോൾ അവൻ്റെ കൺമുന്നിൽ തെറ്റ് കാണുമ്പോൾ ചോദിച്ചിരുന്ന ഒരുവനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുറേ പുരോഗമന ടീമുകൾ എല്ലാവരും കൂടെ വന്നിരുന്ന് ആക്ഷേപിച്ച് പരിഹസിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ ആ തെറ്റ് ചോദ്യം ചെയ്യേണ്ടെന്ന് വിചാരിക്കും. അവനെന്താ വേണം? നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അധ്യാപകർ പിന്മാറി, രക്ഷകർത്താക്കൾ പിന്മാറി. കാര്യം എന്താ? കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ മുഖത്തേക്ക് ചോദിക്കുക, ഇയാൾ ആരാ എന്നോട് ചോദ്യം ചോദിക്കാൻ? ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേർ സംസാരിക്കാൻ തുടങ്ങി. കാര്യം എന്താ? എന്താണ് ഭരണഘടന എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റിവിറ്റി പിള്ളേർക്ക് എത്തിച്ചു കൊടുത്ത് അതിലൂടെ നശിക്കുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിത് എങ്ങനെയാ ഇത് പരിഹരിക്കാൻ പറ്റുക? ഇത് പരിഹരിക്കണമെങ്കിൽ ഇന്നലകളിൽ ഉണ്ടാവാതിരുന്ന എന്തോ ഒരു കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആ കാരണത്തിൽ നമ്മൾ സ്വയം ചിന്തിക്കുക, രക്ഷകർത്താക്കൾ ഇടപെടുക. അല്ല പോലീസിനെ കൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ തെറ്റുകൾ കാണാൻ പോലീസിനാണെന്ന് അറിയുന്നത്. അച്ഛനും അമ്മയ്ക്കല്ലേ ആദ്യം പറയാൻ പറ്റുന്നത്. അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെക്കാട്ടിയും കൂടുതൽ ഒരു പക്ഷേ സ്കൂളിലായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റ വൈകല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാർക്കും മനസ്സിലാക്കാൻ പറ്റും? അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യാപകനെ നിശബ്ദനാക്കി കഴിഞ്ഞാൽ അധ്യാപനം എന്ത് ചെയ്യും? അയാൾ ശമ്പളം പിടിച്ച് അയാളുടെ പാടും പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കും. കുട്ടി എങ്ങനെ ആയിക്കോട്ടെ, നമുക്കെന്താ വേണം? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന ഇത്തരം പാരലൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശക്തി വരിക. ഓരോ രക്ഷകർത്താക്കൾക്കും നമ്മൾ ശക്തി വരിക, ഓരോ അധ്യാപകർക്കും നമ്മൾ ശക്തി പകരുക. സമൂഹത്തിലെ ഓരോരുത്തരോടും അതാ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ഇപ്പം എനിക്ക് ഈ പറയുന്ന മയക്കുമരുന്ന് മറ്റും ഉപയോഗിക്കുന്ന ഒരുത്തനെ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് എന്ത് ചെയ്യണം? ഇന്നാളെ വിളിച്ചു പറയാം, സാറേ ഇന്നടത്ത് ഇന്നൊരുത്തൻ അവൻ ഈ പരിപാടിയുണ്ട്, എനിക്കറിയാം. അവരിത് അടിച്ചിട്ട് നമ്മുടെ പെങ്ങളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ കൊന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കണമെന്നുള്ള ചോദ്യമല്ല വരേണ്ടത്. ഇവനിത് അടിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ അറിയാം, നമുക്കെന്താ വേണം? ഇല്ലേ, അവ അടിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. അവൻ എവിടെ വരുന്ന കഞ്ചാവോ മയക്കുമരുന്നോ ലഹരി എന്തോ അടിക്കും, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മളെ ബാധിക്കും. നമ്മളറിയാതെ ഇവനാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിനോ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾക്കോ കാരണമായി എന്ന് നമ്മൾ അറിയുന്ന നിമിഷം നമുക്ക് തോന്നും, അന്നേ വിളിച്ച് പോലീസിനോട് ഇവനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. കാര്യം സ്വബോധം നശിക്കുമ്പോഴാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക? നമ്മൾ മനുഷ്യനല്ലാതായി മാറുകയാണ്. മൃഗങ്ങൾക്ക് പോലും കുറേയൊക്കെ വിവേചനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൃഗങ്ങൾ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും സഹോദരനെ അല്പം മേടിച്ചു കൊടുത്ത് സഹോദരനെ ചുറ്റിയിൽ അടിച്ചു കൊല്ലുക, കാമുകിയെ അവിടെ പോയി കണ്ട് തല്ലിക്കൊല്ലുക, അധ്യാപകനാണെന്നോ രക്ഷകർത്താവാണെന്നോ തിരിച്ചറിയാതെ തല്ലിക്കൊല്ലുക. അപ്പോൾ മനുഷ്യനാണെങ്കിൽ സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ബോധ്യം വരുന്നില്ല. അപ്പം മനുഷ്യനല്ലാതാക്കി മാറ്റുന്നൊരു സംഭവം, മനുഷ്യനല്ലാതാക്കി മാറ്റുന്നൊരു ലഹരിയെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ഇതിനെതിരെ മൈത്രേയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ലഹരി ലീഗലൈസ് ചെയ്താൽ ഇതിന് ഒരു സൊല്യൂഷനായിട്ട് വരും എന്നാണ് പറഞ്ഞത്. അതായത് ലീഗലൈസ് ചെയ്യുമ്പോൾ ഇത്ര അഡിക്ഷൻ എല്ലാവർക്കും വരില്ല. ഭയങ്കര അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, സുലഭമായിട്ട് കിട്ടുമ്പോൾ ഇത്ര അധികം ടെൻഡൻസി ഉണ്ടാവില്ല. അത് കിട്ടാതെ വരുമ്പോഴാണ് കൂടുതൽ. ഇത് കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുമ്പോൾ ഇത്ര അധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതിനോട് എന്താ പറയുള്ളത്? മൈത്രേയൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അർത്ഥവത്തായ പേര് ദൈവം അറിഞ്ഞിട്ട് കൊടുക്കും. സമൂഹം അതിന് കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ പേരിൻ്റെ അർത്ഥം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകളൊക്കെ എന്തിനാണ് സമൂഹം പാടിക്കൊണ്ട് നടക്കുന്നത്? ഇത് സ്വയം തിരിച്ചറിവുണ്ടെങ്കിലാണല്ലോ ശരി ഏത് തെറ്റ് ഏതെന്ന് നമുക്കറിയാൻ പറ്റും. ഈ തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുകയാണല്ലേ ആദ്യം വേണ്ടത്. തിരിച്ചറിവുണ്ടാക്കി കൊടുത്താൽ മൈത്രേയൻ പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജിക്കാം. സമൂഹത്തിനും തലമുറയ്ക്കും തിരിച്ചറിവുണ്ടെങ്കിൽ, കാര്യം പുള്ളി പറയുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ. പുള്ളി പറയുന്ന ഒരു തലത്തിൽ, ഒരു ബോധതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ ചിലപ്പം ഇതൊന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പം മയക്കുമരുന്ന് അടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കും. ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് അടിച്ചാൽ മൈത്രേയന് മര്യാദയ്ക്ക് നടക്കാൻ അറിയാം. അവിടെ മൈത്രേയൻ മൈരനായി മാറുന്നില്ല. പക്ഷേ മൈത്രേയൻ അടിച്ചു കഴിഞ്ഞാൽ മോശക്കാരനായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്, അല്ലേ? ഒരാൾ വീട്ടിലിരുന്ന് സോറി ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, അത് അങ്ങനെ പറഞ്ഞല്ല. ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരാളിപ്പം മദ്യപിക്കുന്ന ഒരുത്തൻ മര്യാദയ്ക്ക്, ഇപ്പം നമ്മൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മദ്യപിക്കാറുണ്ട്. അവർ 2 പെഗ് അടിച്ച് വീട്ടിൽ പോയി മര്യാദയ്ക്കിരിക്കും. വേറൊരുത്തൻ അപ്പം ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, എന്താണ് മദ്യപിക്കുന്നതിൽ കുഴപ്പം? മദ്യപിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. കാര്യം ഞാൻ 4 ദൂരം മദ്യപിച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. അത് അയാൾക്ക് ബോധം ഉണ്ടായതുകൊണ്ട്. അതേസമയം അയാളുടെ അയൽപ്പക്കത്തൊരുത്തൻ 2 അടിച്ചിട്ട് പെണ്ണുമ്പോളെ കുനിച്ചെടുത്ത് ഇടിച്ചിട്ട് ഇയാളെ നോക്കി മുണ്ടോക്കി കാണിക്കും. അപ്പോൾ അവനോട് പറയുക മദ്യം സുലഭമാണെന്നാക്കിയിട്ട് കാര്യമുണ്ട്. അപ്പോൾ അവനെന്ത് ചെയ്യണം? അവനത് കിട്ടാതെ ഒട്ടാക്കണം. കിട്ടാതിരുന്നാൽ ഇപ്പം നമ്മളെ ഉമ്മൻചാണ്ടി സാറ് ബാർ നിരോധിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസം അന്ന് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ പറയും. എന്തെന്ന് വെച്ചാൽ, ഒരുത്തർ മദ്യപാനിയാകുമ്പോൾ, ഞാൻ മദ്യപിച്ചിട്ടുള്ള ആളാണ്, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇത് രണ്ടുമില്ല. മദ്യപിക്കാത്തത് എൻ്റെ ശരീരം എനിക്ക് മദ്യത്തെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സിഗരറ്റ് വലി ഞാൻ നിർത്തുകയും ചെയ്തു.
അപ്പോൾ ഈ സാധനത്തിന് മുമ്പ് പറയാൻ വന്നത്, ഒരാൾ മദ്യപിക്കുമ്പോൾ, ഒരു സാധാരണക്കാരൻ കൂലിവേലക്കാരൻ മദ്യപിക്കും, 1000 രൂപ ഇവൻ്റെ ശമ്പളം. ഇവൻ 700 രൂപയ്ക്ക് ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ 2 അടിക്കും. ഇവൻ്റെ മിച്ചം എത്ര 300 രൂപയുള്ളൂ. ഇതിൽ ഇവൻ ടച്ചിക്സും വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ 200 രൂപ കൊടുക്കും. ഇവനിത് കിട്ടാതെ ഒരു സമയത്ത് വന്നു. ബാറിലും കൂടെ പോയി അടിക്കുകയെന്നുണ്ടെങ്കിൽ ഇരട്ടി ടാക്സ് കൊടുത്താണ് ഇവൻ അടിക്കുന്നത്. അപ്പോൾ ഇവനത് സുലഭമല്ലാതെ വന്ന സമയത്ത് ഇവൻ്റെ പോക്കറ്റ് മിച്ചം വന്നു. ഇവന് സമാധാനം കിട്ടി. രാത്രി 2 അടിച്ചു വന്ന് കയറുമ്പോഴത്തേക്ക് പെണ്ണുമ്പോഴാണ് മുഖം കറുത്തിരിക്കുക, മക്കൾക്ക് സന്തോഷമില്ല. മറ്റേത് 2 അടിക്കാതെ മര്യാദയ്ക്ക് നിന്ന് സ്വബോധത്തിൽ വന്നു കയറിയപ്പോഴത്തേക്ക് ഇവന് കുടുംബത്തിൻ്റെ സന്തോഷം കാണാൻ പറ്റി, വൈഫിൻ്റെ സന്തോഷം കാണാൻ പറ്റി, കുടുംബത്തിൻ്റെ മക്കളുടെ സന്തോഷം കാണാൻ പറ്റി. മക്കൾ നാളെ ചോദിക്കുന്ന ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ അവൻ്റെ പോക്കറ്റിൽ പൈസയും ഉണ്ട്. പക്ഷേ അതില്ലാതാക്കി ഇവിടെ അങ്ങ് സുലഭമാക്കിയിട്ട് കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞു. മൈത്രേയൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് സുലഭമാക്കിയാൽ ഇത് കുറയുമെന്നൊക്കെയുള്ള അർത്ഥത്തിലാണെങ്കിലോ പറഞ്ഞത്. ഇപ്പം മൈത്രേയൻ പറഞ്ഞാണെങ്കിൽ എനിക്കറിയില്ല. മൈത്രേയൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചതാണ്, എനിക്കറിയില്ല. അപ്പം ഞാൻ പുള്ളിയുടെ വാദങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിൽ കേരളത്തിലുള്ള ജനത എല്ലാവരും ബോധവാന്മാരായിരിക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണെന്നും ഓരോ വ്യത്യസ്ത മാനസിക തലത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപേണയായിരിക്കണം. ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ കുഞ്ഞിരുന്ന് ചിരിക്കും. ഇത് കൊച്ചിൻ്റെ അച്ഛനോട് കാണിച്ചാൽ ഭ്രാന്താന്ന് പറയും. അപ്പം ഞാൻ ഒരാക്ടിവിറ്റി കാണിച്ചപ്പോൾ കൊച്ചു ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി കാണിക്കാനുള്ള ബോധമില്ലായ്മ നമുക്കുണ്ടാവരുത്. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഈശ്വരൻ ഒരാൾക്ക് ഒരു മാനസികമായിട്ട് ധൈര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ദ്രോഹമുണ്ടോ? ഒരു ദ്രോഹമുള്ള കാര്യമല്ല. അവന് മാനസികമായിട്ട് അവന് ധൈര്യമില്ല, അവനവിടെ ദൈവം വേണം, അവൻ പോയി പ്രാർത്ഥിക്കുന്നു. അവന് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ധൈര്യം കിട്ടി, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷ കിട്ടി, അവൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. അവിടെ ക്ഷേത്രം ഇല്ലാതാക്കണമെന്ന് ഇവന്മാരെ കണക്കുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇവന് ആര് ഡോക്ടർമാരെ പോയി കാണാൻ പറ്റും? ഞാൻ പറഞ്ഞത് ഇത് ആർക്കും ദോഷകരമല്ലാത്ത സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ അത് ഇന്നോട്ടെന്നേ. നമ്മൾ എന്തിനാണ് അതിനെ ഇല്ലാതാക്കാൻ പോകുന്നത്? അതേസമയം വേറൊരുത്തിന് അവൻ ആരുടെയും സഹായം ആവശ്യമില്ല. അവനൊരു ക്ഷേത്രത്തിനെയും പോണ്ട, അവനൊരു ഈശ്വരനെയും കാണണ്ട, അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അവനുണ്ടെങ്കിൽ അവൻ അമ്പലത്തിൽ പോണ്ട. പക്ഷെ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളവർ പോകുന്നെങ്കിൽ അവൻ തടയാൻ പോകുന്നത് ഇതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. മതിയടാ. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ എന്തായിരിക്കും അഖിലേട്ടൻ്റെ ഒരു? പെട്ടെന്ന് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അവരകത്ത് കഴിച്ചു നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഇപ്പം ഞാനിപ്പം പല മയക്കുമരുന്ന് മാഫിയുമായി മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പങ്കെടുത്തു. ഇപ്പം മെയ് 4-ാം തീയതി മഹാരാഷ്ട്ര ഗവർണർ വരുന്ന ചാണ്ടി ഉമ്മൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാടും പോയി, നമ്മൾ ഇവിടുത്തെ പരിപാടിക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഇതിനെതിരെ പറഞ്ഞു തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നന്നാവും. കാര്യം നിങ്ങൾ 2 അടിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക്. നീ വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് അടിക്കാനേ പറ്റത്തില്ല. ഞാൻ അടിക്കാറില്ല പൊതുവെ. അതായത് ഞാൻ പറയുന്നത് കേരളത്തിലെ ഓരോരുത്തരെയും വളരെ ബുദ്ധിപരമായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമാക്കണം. മനസ്സിലായില്ലേ? ഈ വീഡിയോ എടുത്ത് നിങ്ങൾ വൈറലാക്കണം എല്ലാവരെയും. അതായത് സിനിമാ മേഖലയിലെ എല്ലാ ഈച്ച് ആൻഡ് എവരി ആൾക്കാരെ നിങ്ങൾ പോയി പിടിക്കണം. ചേട്ടാ ഈ അടിക്കാറുണ്ടോ? അടിക്കുന്നവനും പറയും ഇത് തെറ്റല്ലേ ചേട്ടാ, ഇത് നല്ല തെറ്റായി, അത് നമുക്ക് ഉപേക്ഷിക്കട്ടെ, 100% ഉപേക്ഷിക്കണം. പിന്നെ ഇവൻ ആരോടെങ്കിലും ചോദിച്ചാൽ അവൻ ഫോൺ വോയിസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അടിക്കുന്നവന്മാരെ നിങ്ങൾ ആദ്യം രഹസ്യമായിട്ട് കണ്ടെത്തണം. അപ്പോൾ ഇപ്പോൾ അടിക്കുന്ന ഷൈൻ ടോം ചാക്ക് എടുത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പറ്റണം. അപ്പം ഇന്നലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവനല്ലേ ഇതിൻ്റെ അപകടം അറിയാൻ പറ്റും. അപ്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾക്കല്ലേ ഇത് മദ്യം അകത്ത് ചെന്നാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവ വൈകൃതം അറിയാൻ പറ്റും. പിന്നെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് ഇതൊക്കെ ഇവിടെ നിയമവിധേയമായ രീതിയിൽ വിൽക്കപ്പെടുന്നതാണ്. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപകടങ്ങൾ കുറവാണെന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് അവരത് വിറ്റ് കാശാക്കുന്നു. ഇവിടെ കേരളത്തിൽ ബാറിനെക്കാട്ടും വളരെയധികം കുറവാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റർ. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതിനൊരു പാകമല്ല ഇത് ഇത്ര അധികം അഡിക്ഷന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പറയുന്നത്. എൻ്റെ ആഗ്രഹം ഇവിടെ എല്ലാവരും കഞ്ചാവും അടിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കിടക്കണമെന്നാണോ? അല്ല, നമുക്ക് സ്വയമേ തോന്നിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് ഡി അഡിക്ഷൻ സെന്ററിലേക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷെ അതിനുള്ള സെന്ററുകൾ വളരെ കുറവുകളാണ്. അതായത് ഇവിടെ മനുഷ്യർ മൊത്തം ലക്കില്ലാകാനമില്ലാതെ നടക്കുന്നു. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്റർ വേണമല്ലോ നീ പറഞ്ഞത്. അല്ല, കേരളത്തിലെ ആരോഗ്യത്തോടെ നടക്കുകയാണെങ്കിൽ ആശുപത്രി വേണോ? അത് വേണ്ടല്ലോ. ആശുപത്രികൾ കെട്ടുകയറുന്നത് ആരോഗ്യരംഗത്തെ വികസനമാണോ? ആശുപത്രി പൊളിച്ചു കളയുന്നതാണ് ആരോഗ്യരംഗത്തെ വികസനം. കേരളത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കേരളം അത്രയും രോഗികളുടെ നാടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ആരോഗ്യരംഗത്തിന്റെ വികസനമല്ലത്, നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ വികസനമാണെന്ന് പറയരുത്. നമ്മൾ നമ്പർ 1 ആണ് ആരോഗ്യത്തിൽ. അങ്ങനെ നമ്മൾ അല്ല, അതിപ്പം ഓക്കെ, നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അതായത്
ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഹോസ്പിറ്റൽ ആവശ്യമില്ല. അതൊന്നും എന്തുകൊണ്ടാണ്? എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് രോഗമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് ആശുപത്രിയുടെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ചുറ്റിനും 100,000 ആശുപത്രികളുണ്ടെങ്കിൽ അവൻ കോടിക്കണക്കിന് രൂപ മുടക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുന്നെങ്കിൽ കേരളത്തിൽ അത്രയും രോഗികളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അവൻ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലേ? ആശുപത്രിയിൽ ഫലൂട വിൽക്കലല്ലോ പരിപാടി, മരുന്നല്ലേ മേടിച്ചെടുത്തും കഴിക്കണ്ടേ? അതുപോലെ തന്നെയാണ് ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും തെക്ക് വടക്ക് നടക്കുന്ന ലക്കും ലഗാനും ഇല്ലാത്ത മനുഷ്യരുടെ എണ്ണം കൂടി എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് കൂട്ടുക എന്നുള്ളതല്ല, നമ്മൾ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു ഡി അഡിക്ഷൻ സെൻ്ററും ഉണ്ടാവാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പോയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നു. ഓക്കെ.